ക്ലീറ്റസേ ക്ലീറ്റസേ അവിടെ ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലേ? എവിടെ പോയാ? പുറത്തേക്ക് പോയി. നാട്ടുകാരെ പൈസ മൊത്തം പിരിച്ചു പറക്കി വെച്ചിട്ട് എവിടെ പോയി? എന്ത് പറ്റി? ആ പെണ്ണുപിള്ളല്ലേ അത് മറ്റേ ചന്ദ്രൻ, ആ ചന്ദ്രന്റെ ഭാര്യ അവിടെ പഞ്ചായത്ത് ഓഫീസിന്റെ ഫ്രണ്ട് കിടന്ന് കരയണു. അയ്യോ എന്താ? അത് നാളെ അങ്ങോട്ട് ഒരു ഓപ്പറേഷൻ വെച്ചിരുന്നത്. ഇവ എന്നിട്ട് പൈസ പിരിച്ചു പറക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 1 ലക്ഷം രൂപ കടുപ്പിച്ചോ പിരിച്ചെന്നു. അത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണാനില്ല, മുങ്ങിക്കളഞ്ഞു. ആ അവർ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല. മൊത്തം സ്വിച്ച് ഓഫ് ചെയ്തിരിക്കും. എവിടെ പോയോ? ഇതിനകത്ത് കൂടെ ഉണ്ടാവേ. അല്ല ക്ലീറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടാ പോയത്. കൊടുക്കാന്ന് പറഞ്ഞിട്ട് തന്നെ പോയത്. കൊടുക്കാന്ന് പറയുകയും ചെയ്ത് പൈസ പിരിക്കുകയും ചെയ്തു. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇതൊന്നും ശരിയല്ല, ഇങ്ങനെ കാണിക്കരുതെന്ന്. അല്ല അവന് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, അത് പറഞ്ഞുകൂടി അവന്. ഇങ്ങനെ ഇതിൽ കൂടെ കണ്ടിട്ടല്ലേ അവർ ഓപ്പറേഷൻ നാളെ ഫിക്സ് ചെയ്തത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? കൊടുക്കും അമ്പിളിക്കുട്ടൻ ചേട്ടാ, കൊടുക്കാതിരിക്കില്ല. എന്നോട് സത്യം പറഞ്ഞതാ. ഇത് കുറെ സത്യം നീ മര്യാദക്കിരിക്കും. ഇതുപോലെ കുറെ സത്യം അവൻ ചെയ്തതാണ്. ഞാൻ കുറച്ചെങ്കിലും കൊടുക്കുന്നതാണ് വിചാരിച്ചത്. ഇപ്പൊ 5 പൈസ കൊടുത്തിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഇത്രയും ക്ഷമിച്ചത് എന്റെ ഒരു കൂട്ടുകാരനായിട്ട് മാത്രമാണ്. പക്ഷെ ഇതിന് എന്റെ കയ്യിൽ നിൽക്കില്ല. അതിന് ചേച്ചിനെ വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം? ക്ലീറ്റസ് ചേട്ടന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കൊടുക്കാൻ പറ്റാണ്ടായിരിക്കില്ലേ? ചേച്ചി ഇതല്ല, ചേച്ചി എന്റെ അപ്പുറം വിഷമിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. നീ ഒരു കാര്യം മനസ്സിലായി, ഇത് പോലീസ് കേസായ എന്റെ കയ്യിൽ നിൽക്കില്ല. അയ്യോ അങ്ങനെ പറയല്ലേ അമ്പിളിക്കുട്ടൻ ചേട്ടാ, ക്ലീറ്റോന് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും. എന്തോന്ന് അബദ്ധം? എത്ര പ്രാവശ്യമായി ഈ അബദ്ധം? അമ്മയുടെ ഫോൺ എടുത്തിട്ട് വന്നേ. ഫോൺ വിളിച്ചിട്ടൊന്നും കാര്യമില്ല, കിട്ടൂലെന്ന്. ഇങ്ങോട്ട് വന്നേ, ചേച്ചി കരയാണ്ടിരിക്കേ. ഇത് സത്യം അവന്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ വിളിച്ച് പറ, പൈസ കൊണ്ട് കൊടുക്കാൻ പറ. ഇത് പഴയ പോലെയുള്ള കളിയല്ല കേട്ടാ. നല്ലതെ